Hi. Hi, good morning. Good morning, Miss. How are you? Good morning. How are you all? Good morning. Good, Good good. morning, Miss. I'm fine. നിങ്ങളെ കുറേ നാളായി കാണാത്തത് മിസ്സിന് സങ്കടമുണ്ട്. നിങ്ങൾക്കോ? നന്നായി അല്ലേ? മിസ് വരാത്തൊന്നുമല്ല നിങ്ങൾ പറയുന്നേ. നിങ്ങൾ എന്തൊക്കെയോ പഠിച്ചു എന്നൊക്കെ ഞാൻ അറിഞ്ഞു. ഞാനില്ലാതെ എന്തൊക്കെയോ പഠിച്ചു എന്നൊക്കെ അറിഞ്ഞിട്ടുണ്ട്. ഓക്കെ, എല്ലാവരും ശ്രദ്ധിച്ചേ. നമ്മൾക്ക് അന്നപ്പോ ഇനി ലെറ്റേഴ്സ് പഠിക്കാനുണ്ട്. ഓഗസ്റ്റ് ഫസ്റ്റ് വീക്ക് നിങ്ങൾക്ക് എക്സാം ഉണ്ടാകും. ഇപ്പം എഴുതാനൊക്കെ പഠിച്ചിട്ടുണ്ടാവണം. ടെക്സ്റ്റ് ബുക്കിലെ പിക്ചേഴ്സ് ഒക്കെ കണ്ടും നിങ്ങൾ അത് തിരിച്ചറിയണം. ഏത് പിക്ചേഴ്സ് ആണ്, അതിന്റെ നെയിം എന്താണെന്നൊക്കെ നിങ്ങൾ തിരിച്ചറിയണം. പിന്നെ എന്താണ്, വായിക്കാൻ പഠിച്ചിട്ടുണ്ടാവണം. ആ മുതൽ ആ വരെയുള്ള ലെറ്റേഴ്സ് ഇപ്പം പഠിപ്പിക്കും. വിഷമമുള്ള ലെറ്റേഴ്സ് ഒക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു എന്ന് മനസ്സിലായിട്ടുണ്ട്. എയും ഐയും ഒക്കെയാണ് കുറച്ച് വിഷമമുള്ള ലെറ്റർ അല്ലേ, അതൊക്കെ നന്നായിട്ട് എഴുതി. എ ഐ അതാണ് കുറച്ച് വിഷമമുള്ള ലെറ്റർ, അതൊക്കെ എഴുതിയിട്ടുണ്ട്. ഇപ്പം ബാക്കി ലെറ്റേഴ്സ് കൂടെ നമുക്ക് പഠിക്കാം. ഇന്ന് വായിച്ച് പഠിപ്പിക്കാം. നിങ്ങൾ കുറച്ചായിട്ട് ആ ലെറ്റേഴ്സ് ഒക്കെ അക്ഷരദീപത്തിലും നോട്ട് ബുക്കിലൊക്കെ ആയിട്ട് എഴുതണം. റെഡിയാണോ? ക്യാൻ യു ഹിയർ മീ? എന്നെ കേൾക്കാൻ പറ്റുന്നുണ്ടോ? മിസ് പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഉണ്ട്. ഓക്കെ. ഇനി എന്ത് എല്ലാവരും ഒരു ഉറക്കം തൂങ്ങിയിരിക്കുന്നേ? മിസ് ഒരു റൈംസ് തന്നിട്ടുണ്ടായിരുന്നു. എത്ര പേര് അത് പഠിച്ചു? കുറെ പേര് മിസ്സിനെ റൈംസ് പാടി കേൾപ്പിച്ചിട്ടുണ്ട്. മിസ്സും കൂടെ പാടാം. നിങ്ങളെ കൂടെ പാടുവോ? ആരാ പാടിത്തരാന്ന് പറയുന്നത്? ഷാസിലുണ്ട്. പിന്നെ ആരാണ്? ഷഹൽ എവിടെ? പ്ലീസ് അൺമ്യൂട്ട് ഷാസിൽ. വൈഗ കുട്ടിയുണ്ട്, പഠിച്ചിട്ടുണ്ട്. എല്ലാരും തന്നെ പഠിച്ചു അല്ലേ? मछली जल की रानी है, जीवन उसका पानी है, हाथ लगाओ तो डूब जाएगी, बाहर निकालो तो मर जाएगी. पानी में डालो तो तैर जाएगी, पानी में डाले तो तैर जाएगी, मछली जल की रानी है, जीवन उसका का पानी पानी है, है, हाथ लगाओ तो डूब जाएगी, पानी में बाहर डालो, निकालो पानी में मर डालो तो जाएगी. ഓക്കെ, ഗുഡ്. तैर जाएगी. ഓക്കെ, എല്ലാവരും ഒന്ന് ചാറ്റിംഗ് വിൻഡോയിൽ പ്രസന്റ് ചെയ്യാ. ഓക്കെ, ഇപ്പൊ നന്നായിട്ടുണ്ട്. ആരാണിപ്പോ അത് പാടിത്തന്നത്? അവർക്ക് ഒരു ക്ലാപ്പ് ചെയ്യല്ല. ഷാസിൽ. ഷാസിലിന് ക്ലാപ്പ് കൊടുത്തേ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി വെരി ഗുഡ്. അപ്പൊ എല്ലാവരും ആ റൈംസ് ഒന്ന് പാടി നോക്കണം കേട്ടോ. പെട്ടെന്ന് പഠിക്കാൻ പറ്റും. അത് പഠിച്ചതിന് ശേഷം വേറെ റൈംസ് തരാം. നമ്മുടെ ഹാത്തി രാജയുടെ റൈംസ് ഉണ്ട്, കുറെ റൈംസ് ഉണ്ട്. ഇത് പഠിച്ചതിന് ശേഷം തരാം കേട്ടോ. ഓക്കെ, then all of you take your textbook, Akshardeep and pencil. Are you ready? Yes. Okay, good. പറയണ ഷാസിൽ അൺമ്യൂട്ട് ആയിട്ടുണ്ട് അല്ലേ? ഓക്കെ, ഷാസിൽ മിസ് കുറച്ച് ലെറ്റേഴ്സ് കാണിച്ചു തരാം. മോനത് പറയണം. ഐഡന്റിഫൈ ദ ലെറ്റേഴ്സ്. വേർ ഇസ് ഷാസിൽ? പ്ലീസ് റേസ് യുവർ ഹാൻഡ്. പോയോ?
Okay. Shahal, please unmute. Shahal. Okay. Can you listen? Shahal, which is the letter this? ഇറ്. ഓക്കെ, നിങ്ങൾക്ക് ഇറ് എന്ന ലെറ്റർ മനസ്സിലാവുന്നുണ്ട് അല്ലേ? എത്ര പേര് ഇത് ഇറ് എന്നാണെന്ന് പറയുന്നുണ്ട്? അങ്ങനെയുള്ളവരൊന്ന് കൈ ഉയർത്താമോ? ഇത് ഇറ് എന്നുള്ള ലെറ്റർ ആണെങ്കിൽ ശരി എന്നുള്ളവർ കൈ ഉയർത്തുക. അപ്പം കൈ ഉയർത്താൻ പറയുന്നതിന്റെ കാരണം എന്താണ്? നിങ്ങളെ കൊണ്ടെല്ലാം മിസ് ചെയ്ത് ഇറുന്ന് നിങ്ങൾ അവിടുന്ന് ഉറക്കെ പറയണം. ഇറ്, ഇർസെ, ഋഷി, ഋഷഭ്. മിസ് ഒരാളെ വിളിച്ചില്ലെങ്കിലും മറ്റുള്ളവർക്ക് സങ്കടം വേണ്ട കേട്ടോ. കൈ ഉയർത്താൻ പറയുന്നത് നിങ്ങളെ വിളിച്ചതിന് തുല്യാണ്. ഓക്കെ, നെക്സ്റ്റ് ആദിഷ്. ആദിഷ്, please unmute. Okay, which is the letter this? Adish, Adish, ഈ ലെറ്റർ ഏതാണെന്ന് പറയൂ. അവന് കേൾക്കാൻ പറ്റുന്നില്ലേ? മുഹമ്മദ് ഷഹൽ, can you hear me? Okay, Nuha Asmin, please unmute. Which is the letter this? Ooh, okay. Adish, അതെന്താ നീ ഒന്ന് ആൻസർ ചെയ്യാത്തത്? വെരി ഗുഡ് നുഹ. നെക്സ്റ്റ് റിയാൻ ടി പി. Which is the letter this? Riyan. Riyan? E. Okay, very good. Next, Adisri. Adisri, please unmute. Which is the letter? Ah, very good. Next, Muhammad Rafan. Muhammad Rafan, please unmute. No reply. Muhammad Hailja. Hailja. Okay, which is the letter this? Ah, okay, very good. Next, Lubaba. Please unmute. Okay, picture കാണിച്ചില്ല ഞാൻ. Lubaba, identify the letter. A. Okay, good. Delvin Biju, please unmute. Delvin. Okay, which is the letter? Which is the letter? A എന്നും പറയൂ ഇതിന്. I. I. Okay, I. Very good. ഈ I എന്നുള്ള ലെറ്റർ എത്ര പേര് എഴുതി അക്ഷരദീപത്തില്? എല്ലാരും തന്നെ എഴുതിയല്ലേ? ഞാൻ കണ്ടു കുറെ പേര്. ഞാൻ എ എന്നുള്ള ലെറ്റർ മാത്രമേ പറഞ്ഞുള്ളൂ, പക്ഷെ ഓൾറെഡി നിങ്ങൾ എഴുതി കഴിഞ്ഞു. ഈസി ആണല്ലേ? എ എന്ന ലെറ്ററിന്റെ മുകളിലൂടെ ഒരു ചരിഞ്ഞിട്ടൊരു വര ഇട്ടാൽ മതി. ഓക്കെ, നമ്മൾക്ക് ഇനി അങ്ങോട്ട് ലെറ്റേഴ്സ് രണ്ടെണ്ണം എഴുതാൻ ഈസിയാണ്. ഫസ്റ്റ് മാത്രം നമുക്ക് കുറച്ചൊരു വിഷമം തോന്നിയുള്ളൂ അല്ലേ, ഒത്തിരി എഴുതണ്ടേന്ന്. ഓക്കെ, ഇപ്പൊ നെക്സ്റ്റ് നമ്മൾ ഇനി ഇന്ന് പഠിക്കാൻ പോകുന്നത്, all of you take your textbook. ഒന്ന് നമുക്ക് റിവൈൻഡ് ചെയ്യാം. All of you look at your textbook, page number 2. Ase, Amarut, Anar, Ase, Anar, Ase, Akirot. Ase, Aam, Ase, Admi, Ase, Alu. Ise, Imali, Ise, Istri, Ise, Imarat. Ise, Ik, Ise, Ind, Ise, Isa. ആദിഷേ, ആദിഷ് പ്ലീസ് അൺമ്യൂട്ട്. ആദിഷിനെ വിളിച്ചിട്ട് ഒരു റിപ്ലൈ ഇല്ല അവന്. ആദിഷ് പ്ലീസ് അൺമ്യൂട്ട്. ആദിഷ്, can you hear me?
ആദിഷിന് കേൾക്കാൻ പറ്റുന്നില്ല മോനെ? ഉണ്ടോ? ഇന്ന് വലിയ ഉഷാറില്ലല്ലോ, എന്തു പറ്റി? അവൻ ഇങ്ങനെയല്ലല്ലോ ക്ലാസ്സില്. അൺമ്യൂട്ട് ആയിട്ടില്ല ഇതുവരെ. ഹായ് ആദിഷ്. How are you? ഒരു ഉഷാറില്ല, എന്തോ ഉണ്ട് പ്രശ്നം. ഓക്കെ, നമുക്ക് ലാസ്റ്റ് ചോദിക്കാം കേട്ടോ. ഓക്കെ, ഊസേ ഉല്ലു, ഊസേ ഉബുവൻ, ഊസേ ഉങ്കലി, ഊസേ ഊഷ. ആദിഷ് വന്നിട്ടുണ്ട്. ആദിഷ് ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ആദിഷിന് എന്താ റേഞ്ച് പ്രശ്നമുണ്ടോ അവിടെ? ആദിഷിന്റെ അമ്മയ്ക്കാണ് കോവിഡ് എന്ന് പറഞ്ഞത് അല്ലേ? അതെ അതെ അതെ, ഓർക്കുന്നു. ഓക്കെ, അതുകൊണ്ടാണോ മോന് സങ്കടം? അതൊക്കെ മാറും കേട്ടോ. ഒരു 2 ആഴ്ചത്തെ പ്രശ്നമേ ഉള്ളൂ, അതൊക്കെ മാറിക്കോളൂ കേട്ടോ. ഓക്കെ ഓക്കെ, അച്ഛൻ പറയുന്നതൊക്കെ അനുസരിക്കാ, ക്ലാസ്സിൽ കേറുക, ക്ലാസ്സിൽ. അതെ, ഓക്കെ ഓക്കെ, മനസ്സിലായി. അപ്പം അമ്മയ്ക്ക് പെട്ടെന്ന് സുഖാവാൻ പ്രാർത്ഥിക്കാം നമുക്ക് എല്ലാവർക്കും, അല്ലേ ഫ്രണ്ട്സ്? അതെ അതെ അതെ, പെട്ടെന്ന് മാറിക്കോളും. ക്ലാസ്സിൽ ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ ഓക്കെ, വിഷമിക്കണ്ട കേട്ടോ. ഓക്കെ, ടെക്സ്റ്റ് ബുക്ക് ശ്രദ്ധിച്ചേ. ഊസേ ഊഷ, ഊസേ ഊൻ, ഊസേ ഊണ്ട്. നെക്സ്റ്റ് ഇറുസേ ഋഷഭ്, ഇറുസേ ഋഷി, ഏസേ എടി, ഏസേ എക്ക. അഹല്യ, വേർ ഈസ് യുവർ ഫിംഗർ? മോള് തൊട്ട് വായിക്ക്. ഏസേ എടി, ഏസേ എക്ക, ഏസേ എക് താര. മിസ് ഇത്രയും പഠിപ്പിച്ചിട്ടാ പോയതല്ലേ? ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ. എയുടെ ആ എ എന്ന ലെറ്ററിന്റെ മുകളിലായിട്ട് ചരിഞ്ഞിട്ട് ഒരു വര ഇട്ടിട്ടുണ്ട് അല്ലേ? ഐ. എന്താണ് പറയാ? ഐ. നമ്മൾ മലയാളത്തിൽ പഠിക്കുമ്പോ എ ഐ എന്നാ പഠിക്കുന്നത് അല്ലേ? ഹിന്ദിയിൽ ഒരു അക്ഷരം കുറവാ ഇവിടെ. എ കഴിഞ്ഞാൽ ഐ എന്നാ നമ്മൾ വായിക്കുന്നത്. എന്നും കൂടെ വായിക്കുന്നുണ്ട്. ഏസേ ഏക്ക്. നമ്മൾ ടെക്സ്റ്റ് ബുക്കില് അക്ഷരദീപത്തിൽ നിങ്ങൾക്ക് ഏക്ക് എന്നാ വന്നിരിക്കുന്നത്. ഏക്ക് മീൻസ് 1. നമ്മൾ നമ്പർ 1 ഇല്ലേ, 1-നാണ് ഹിന്ദിയിൽ ഏക്ക് എന്ന് പറയാ. ഏക്ക്. നമ്പേഴ്സ് ഫസ്റ്റ് ക്ലാസ്സിൽ എത്തുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇപ്പൊ അക്ഷരദീപത്തിൽ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഏസേ എടി, ഏസേ എക്ക, ഏസേ എക് താര. അക്ഷരദീപത്തിൽ ഒരു വാക്കുണ്ടല്ലേ, ഏസേ ഏക്ക്. ഓക്കെ, ഐസേ ഐരാവത്, ഐസേ ഐനക്ക്. എന്താ ഐരാവത് എന്ന് പറഞ്ഞാല്? ആനയാണ് അല്ലെ? എന്താ, ആർക്കെങ്കിലും അറിയോ ഐരാവതം എന്താന്ന്? ഐരാവതം എന്ന് പറഞ്ഞാല് ഹിന്ദുസിന്റെ ഗോഡായ ദേവേന്ദ്രന്റെ വാഹനമാണെന്നാ പറയുന്നത്, ഐരാവത്. ഓക്കെ, ഐനക്ക്. ഐനക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പെക്ടാക്കിൾസ്, കണ്ണട. ഓക്കെ, എയും ഐയും. എ എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ കൂടെ നിങ്ങൾ എഴുതണം. കുറെ പേര് എഴുതിയിട്ടുണ്ട്. ബാക്കിയുള്ളവരും കൂടി ഐ എന്നുള്ള ലെറ്റർ കൂടെ അക്ഷരദീപത്തിലും നോട്ട് ബുക്കിൽ എഴുതുക. പിന്നെ ഒരു കാര്യമുണ്ട്, സ്കൂളില് നോട്ട് ബുക്ക് എത്തിക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലേ? ഇപ്പൊ ചേച്ചിമാരോ ചേട്ടന്മാരോ അല്ലെങ്കിൽ അടുത്തുള്ളവരോ ബുക്ക് കൊണ്ടുവരുമ്പോൾ നിങ്ങളുടെ ബുക്കും കൂടെ ഇവിടെ എത്തിക്കണം. മിസ് എന്നിട്ട് കറക്റ്റ് ചെയ്ത് തരും. അപ്പൊ എന്താ ചെയ്യണ്ടേ? കംപ്ലീറ്റ് ആക്കാത്തവര് പെട്ടെന്ന് തന്നെ അത് കംപ്ലീറ്റ് ആക്കണം, പഠിപ്പിച്ച അത്രയും ലെറ്റേഴ്സ്. അപ്പം നെക്സ്റ്റ് ഓ. ഏതാണ്? എ ഐ കഴിഞ്ഞാൽ നെക്സ്റ്റ് ലെറ്റർ ഓ. ഓസേ ഓണ്ട്, ഓസേ ഓസ്, ഓസേ ഓക്കലി. ഓ എന്ന ലെറ്റർ നോക്കിയ നിങ്ങള്, നമ്മൾ പരിചയമുണ്ടല്ലേ? ഇത് കാണിച്ചു തരാം.
ഈ ലെറ്റർ നമുക്ക് പരിചയമുണ്ട്. ഏത് ലെറ്ററാ? ഈ ലെറ്റർ നമുക്ക് പരിചയമുണ്ട് അല്ലേ? ലിസൺ ഹിയർ, ഓൾ ഓഫ് യു ലിസൺ. ഇത് ഏതാ ലെറ്റർ എന്നറിയോ? ആരെ ഞാൻ അൺമ്യൂട്ട്? അൻവിത. അൻവിത പ്രജീഷ് പ്ലീസ് അൺമ്യൂട്ട്. ഈ ലെറ്റർ ഏതാ മോളെ? വിച്ച് ഇസ് ദ ലെറ്റർ ദിസ്? ഇതോ? ആയും പഠിച്ചിട്ടുണ്ട്, ആന്നും പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പം ആന്ന് എഴുതിയതിന് ശേഷം മുകളിൽ വരയ്ക്കുന്നു. അതിന്റെ മുകളിലായിട്ട് ഒരു ചരിഞ്ഞൊരു വര. ഐന്ന് എഴുതിയില്ലേ, അതുപോലെ തന്നെ ചരിഞ്ഞിട്ടൊരു വര. കണ്ടോ? ഓ ഓ. Which is the letter this? O. Once more. O. Very good. Next നോക്കിയോ. ഇഷാനി. ഇഷാനി please unmute. ഇഷാനി റേഞ്ച് പ്രശ്നമുണ്ടോ? പ്ലീസ് അൺമ്യൂട്ട്. ഇഷാനി അൺമ്യൂട്ട് ചെയ്യ്. No. Next. ഏഡൻ ജെ മാത്യു. ഏഡൻ. ഓക്കെ. ലിസൺ മോനെ, ഇത് ഏതാണ് ലെറ്റർ? ഓ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് വരുന്ന ഓ നമ്മൾ എങ്ങനെ എഴുതുന്നത്? ഫസ്റ്റ് ഓൾ ഓഫ് യു ലിസൺ ഹിയർ. ഇവിടെ നോക്കിയേ, ആസിയ, ആസിയാമാന. ആന്ന് എഴുതി നമ്മള്. വൈഗ, അൻവിത ലിസൺ ഹിയർ. നമ്മൾ ഫസ്റ്റ് ആ എഴുതി, ആന്ന് എഴുതി, ഓ എഴുതി, ഒരു വരയും കൂടെ മുകളിൽ കൊടുക്കുന്നു. അങ്ങനെയാണ് ഔ. വിച്ച് ഇസ് ദ ലെറ്റർ? ഔ. ഔ. ഫസ്റ്റ് ഓ പഠിച്ചു, ഔ. 2 ലെറ്റേഴ്സ് ആണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. നിങ്ങളോട് ഒന്നിച്ച് എഴുതാനല്ല പറയുന്നത്. 2 ലെറ്ററും നമ്മൾ ഫസ്റ്റ് പഠിച്ച ആ എന്ന ലെറ്ററോട് സാമ്യമുണ്ട് അല്ലേ? കുറച്ച് വ്യത്യാസമേ ഉള്ളൂ. അപ്പൊ ശ്രദ്ധിക്കുക. ഓൾ ഓഫ് യു ലിസൺ യുവർ ടെക്സ്റ്റ് ബുക്ക്. ഓ സേ ഓണ്ട്. ഓണ്ട് മീൻസ് എന്താണ്? ലിപ്പ്. നമ്മുടെ ചുണ്ടില്ലേ? എല്ലാവർക്കും ഇല്ലേ ലിപ്പില്ലേ? എവിടെയാണ്? ഷോ മീ യുവർ ലിപ്പ്. തൊട്ട് കാണിച്ചേ എവിടെയാണെന്ന്. ഓക്കെ. എന്താണത്? ഓണ്ട്. ലിപ്സിനാണ് നമ്മൾ ഓണ്ട് എന്ന് പറയാ. ഓസേ ഓണ്ട്. ഓസേ ഓസ്. ഓസ് എന്ന് പറഞ്ഞ എന്താണ്? ആ ഇലയുടെ മുകളിൽ ഒരു വെള്ളത്തുള്ളി കണ്ടോ? ഒരു മഞ്ഞുതുള്ളി അല്ലേ? അതിനാണ് ഓസ് എന്ന് പറയുന്നത്. മഞ്ഞുതുള്ളി. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മഴ പെയ്യുമ്പോഴൊക്കെ കണ്ടിട്ടോ? മറ്റേ എന്താണ്, ചേമ്പിന്റെ ഇലയിലൊക്കെ കാണുന്നുണ്ടോ? ഒരു തുള്ളി വെള്ളം ഇങ്ങനെ കിടക്കുന്നത് കണ്ടിട്ടുണ്ടോ നിങ്ങള്? നല്ല ഭംഗിയല്ലേ കാണാൻ? ആ ഒരു വെള്ളത്തുള്ളിനെയാണ് പറയുന്നത് ഓസ് എന്ന്. ഓഖലി. ഓഖലി എന്ന് പറഞ്ഞ എന്താണ്? മോർട്ടാർ. ഇതുണ്ടോ ഓഖലി? എത്ര പേരുടെ വീട്ടിലുണ്ട് ഓഖലി? എല്ലാവരുടെയും വീട്ടിലുണ്ടല്ലേ? പണ്ടൊക്കെ നമ്മൾ എന്തായിരുന്നു, ഇതിപ്പോ ചെറിയതായിട്ട് കാണുന്നല്ലേ? ഉരലും ഒലക്കയും കണ്ടിട്ടുണ്ടോ നിങ്ങള്? ഓഖലി എന്ന് പറഞ്ഞാല് നമ്മൾ അരിയും മറ്റു ധാന്യങ്ങളൊക്കെ പൊടിക്കാൻ ഉപയോഗിക്കുന്നത്. ഇപ്പോഴല്ലേ മിക്സിയൊക്കെ വന്നത്. പണ്ടൊക്കെ ഇങ്ങനെ ഉരലും ഉലക്കയുമായിരുന്നു. അതിട്ട് ഇടിച്ചിട്ടാണ് നമ്മൾ അരിയൊക്കെ പൊടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതാണ് ഓഖലി. വൺസ് മോർ. ഓ സേ ഓണ്ട്. All of you say loudly. O say old. O say os. O say okali. Hi Iljo, please unmute. Okay. വായിച്ച മോനെ. O say old. O say on. O say os. O say os. off. O say okali. O
ഓസെ ഓക്കലി. ആ ഹൈൽജ എന്ത് ചെയ്യണമെന്നറിയോ? മോൻ ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ല. ഇതാ ഇവിടെ ശ്രദ്ധിച്ചേ. പാട്ടും പാടി അവിടെ ഇരിക്കുവാണോ? ഇപ്പം മിസ് ഓരോരുത്തരെ വായിപ്പിക്കുമ്പോ നിങ്ങളും അവിടെ ഇരുന്ന് അത് വായിക്കണം, തൊട്ട് വായിക്കണം. ഓക്കെ, എല്ലാരും വായിച്ചു കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് അത് ബൈ ഹാർട്ട് ആയിക്കോളും. നുഹാസ്മിൻ, പ്ലീസ് അൺമ്യൂട്ട്. ഓസെ ഓൺ. ഓസെ ഓൺ. ഓസെ ഓസ്. ഓസെ ഓസ്. ഓസെ ഓഖലി. ഓസെ ഓക്കലി. വെരി ഗുഡ്. ആദിഷ്, പ്ലീസ് അൺമ്യൂട്ട്. ഓസെ ഓൺ. ഓസെ ഓൺ. ഓസെ ഓണ്ട്. ഓസെ ഓസ്. ഓസെ ഓർ. ഓസെ ഓഖലി. ഓസെ ഓക്കലി. വെരി ഗുഡ്. സിയ ഫാത്തിമ. ഓസെ ഓക്. ഓസെ ഓൺ. ഓസെ ഓസ്. ഓക്. ഓസെ ഓഖലി. ഓസെ ഓക്കലി. ഓഖലി. ഓക്കലി. വെരി ഗുഡ്. ആദിയ. ഓക്കലി. ഓക്കെ, വെരി ഗുഡ്. ആദിയ. ഓസെ ഓൺ. ഓസെ ഓണ്ട്. ഓസെ ഓസ്. ഓസെ ഓൺ. ഓസെ ഓസ്. ഓസ്. ഓസെ ഓക്കലി. ഓഖലി. വെരി ഗുഡ്. നിതാഷ. നിതാഷ ഉറക്കം തൂങ്ങി ഇരിക്കുവാണല്ലോ. ഓസെ ഓൺ. ഓസെ ഓസ്. ഓസെ ഓക്കലി. വെരി ഗുഡ്. റിയാൻ. അല്ല ഇത് പറ ഫസ്റ്റ്. ഓസെ ഓങ്കലി. ഓണ്ട്. ഓണ്ട്. ഓസെ ഓസ്. ഓക്കലി. ഓക്കലി. വെരി ഗുഡ്. ഡെൽവിൻ. ഓസെ ഓസെ ഓണ്ട്. ഓസ്. ഓസെ ഓണ്ട്. ഓൺ. ഓസെ ഓസ്. ഓസെ ഓഖലി. ഓക്കലി. വെരി ഗുഡ്. അഭിനവ്. ഓസെ ഓണ്ട്. ഓസെ ഓണ്ട്. ഓസെ ഓച്ച്. ഓസലി. ഓച്ച് ഓച്ചിരി. ഓഖലി. കാന്നുള്ള അക്ഷരം കിട്ടൂല അല്ലെ അഭിനവിന്? അഭിനവേ. അഭിനവ്. വിളിക്കുന്നുണ്ട്. എന്താ ആ ശരിയായിക്കോളും കേട്ടോ. കളിയാക്കിയതൊന്നുമല്ല, നല്ല രസമുണ്ട് മോൻ പറയുന്നത് കേൾക്കാൻ. ഓക്കെ. ഏഡൻ തോമസ്. ഓസെ ഓൺ. ഓസെ ഓൺ. ഓസെ ഓസ്. ഓസെ ഓസ്. ഓസെ ഓക്കലി. ഓസെ ഓക്കലി. വെരി ഗുഡ്. ഉമർ ജാഫർ. ഉമർ. ഓസെ ഓസ്. ഓസെ ഓസ്. ഓസെ ഓക്കലി. വെരി ഗുഡ്. ദക്ഷേഷ്. Yes, ma'am. യെസ്. ഓസെ ഓസ്. ഓസെ ഓസ്. ഓസെ ഓങ്ക്. ഓകലി. ഓഖലി. വെരി ഗുഡ്. ഏഡൻ ജെ മാത്യു. ഓസെ ഓണ്ട്. ഓസെ ഓസ്. ഓസെ ഓക്കലി. വെരി ഗുഡ്. ഫാത്തിമ ജാബിർ.
Angali. വെരി ഗുഡ്. ഓങ്കലി അല്ല മോളെ, ഓഖലി കേട്ടോ. മുഹമ്മദ് ഷഹൽ. ഷഹൽ. Akali. ഓക്കലി, വെരി ഗുഡ്. ഹൈൽജോ. ഹൈൽജോ വായിച്ചു അല്ലേ? ഇവാന. ഹൈൽജോ ലാസ്റ്റ് മോൻ്റെ അടുത്ത് ഞാൻ വരും കേട്ടോ. പഠിച്ചോ നോക്കട്ടെ. ഓഖലി, വെരി ഗുഡ്. അഹല്യ. ഓസ്. 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 ഓസെ ഓഖലി, വെരി ഗുഡ്, വെരി ഗുഡ്. ആദിശ്രീ. വായിച്ചവര് പതിയെ പെൻസിലും കൊണ്ട് അക്ഷരദീപത്തിലൊന്ന് എഴുതി നോക്കിയത്. വായിച്ചവര് മാത്രം. അക്ഷരദീപത്തിൽ ഓഖലി, ഓഖലിയാണ് കേട്ടോ. ഓഖലി എന്ന് പറയണ അല്ലെ ഊങ്കലി എന്നൊക്കെ പറഞ്ഞ, ഊങ്കലി എന്ന് പറഞ്ഞ എന്താണ്? ഫിംഗേഴ്സ് ആണ്. ഓഖലി ഉരൽ, അതിനാ പറയുന്നത് ഓഖലി. അബ്ദുൾ ബാസിദ് വായിച്ചു കഴിഞ്ഞവര് അക്ഷരദീപത്തില് കുറേശ്ശെ എഴുതി തുടങ്ങുക കേട്ടോ. അബ്ദുൾ ബാസിദ് വായിക്കുമോനെ? ഓസെ ഓണ്ട്. ഡെൽവിൻ ബുക്ക് എടുത്തില്ല അല്ലേ? അബ്ദുൾ മോനെ, അമ്മേനെ വിളിക്കണ്ട, മിസ് പറഞ്ഞു തരും. വായിച്ചോ? ഓസെ ഓണ്ട്. വായിച്ചോ? ഞാൻ മിണ്ടൂല നിന്നോട്. എത്ര സമയം ഞാൻ പറയുന്നു? കൂട്ടില്ല. അമ്മയ്ക്ക് ഇവിടെ ഭയങ്കര അടിയായി അവിടെ. ഇത് ശരിയാവൂല കേട്ടോ. എല്ലാ കൂട്ടുകാരും വായിച്ചു. ഞാൻ വൈകയിലോട്ട് പോവാണ്. വായിക്കുന്നുണ്ടോ? എന്നാ വായിച്ചോ. വൈക റെഡി ആയിട്ടിരിക്കുക. ഓസെ ഓണ്ട്. മിസ് പറയുന്ന കേട്ട് പറഞ്ഞേ. ഓസെ ഓസ്. ഓസെ ഓഖലി. അബ്ദുൾ ബാസിത്തെ കൂട്ടുണ്ടേ. നെക്സ്റ്റ് ക്ലാസ്സിൽ ഫസ്റ്റ് പറയണം മോന് കേട്ടോ. ഓക്കെ എങ്ങനെയാ പറയുന്നേ? തമ്പ് ഉയർത്തി കാണട്ടെ. ഓക്കെ. ആ വെരി ഗുഡ്. വൈഗ. വൈഗ അമ്മേനെ വിളിക്കണ്ട. പഠിച്ചോ? വെരി ഗുഡ്. നുഹാസ്മിൻ. അൺമ്യൂട്ട് ചെയ്യുമോളെ. ഓഖലി, വെരി ഗുഡ്. ലുബാബ. ലുബാബ അൺമ്യൂട്ട് ചെയ്യുമോളെ.
ഓക്കെ ഓങ്കലി. വെരി ഗുഡ്. ഇഷാനി? ഓസെ ഓട്ട് ഓസെ ഓൻ ഓസെ ഓക്കലി. ഓങ്കലി. മുഹമ്മദ് മെഹ്ഫൂസ്? മുസെ ഓസെ ഓണ്ട് ഓണ്ട്. ഓസെ ഓക്സ്. എവിടെ നോക്കിട്ടാ വായിക്കുന്നേ? ടെക്സ്റ്റ് ബുക്കില്ലേ? തൊട്ട് വായിക്ക്. ഓസെ ഓണ്ട്. ഊസെ ഓണ്ട്. ഊ അല്ല കേട്ടോ, ഓയാണ്. ഓസെ ഓസെ. ഓൺ. ആ ഓസെ ഓസെ ഓക്കലി. ഓക്കലി. വെരി ഗുഡ്. മുഹമ്മദ് ഷാസിൽ? ഓസെ ഓൺ. ഓസെ ഓസ്. ഓസെ ഓങ്കലി. വെരി ഗുഡ്. ഓക്കലി. ഓക്കലി. വെരി ഗുഡ്. ഇനി ആരാണ് വായിക്കാത്തവര് നമ്മുടെ ക്ലാസ്സില്? ആയിഷ അമാന, പ്ലീസ് അൺമ്യൂട്ട്. ഊസെ ഒല്യോ. ഉല്ലൂലെത്തിയതേയുള്ള. ഓ ഓസെ ഓണ്ട് ഓണ്ട്. ഊസെ ഓണ്ട്. ഓസെ ഓന്ന് പറ. ഊ പറയുന്നോണ്ടല്ലേ ഉല്ലൂന്ന് പറയുന്നത്. ഓ ഓ ഓസെ ഓസ്. ഓസെ ഓ. ഓസെ ഓക്കലി. ഓസെ ഓക്കലി. വെരി ഗുഡ്. ഇനി ആരാണ് നമ്മുടെ ക്ലാസ്സിൽ വായിക്കാത്തവര്? എല്ലാരും വായിച്ചോ? ഫാത്തിമ ജാബിർ വായിച്ചോ? വായിച്ചോ? എസ് ആണെങ്കിൽ നിങ്ങൾ തമ്പ് ഉയർത്തി കാണിക്കണം കേട്ടോ, അല്ലാതെ നിങ്ങൾ മ്യൂട്ടല്ലേ, അപ്പൊ കേൾക്കില്ലല്ലോ. വായിച്ചോ ഫാത്തിമ? ഓക്കെ ഓക്കെ. അപ്പൊ നമ്മുടെ ക്ലാസ് ഫസ്റ്റ് പീരീഡ് തീർന്നു. അപ്പൊ നെക്സ്റ്റ് പീരീഡ് ആകുമ്പോഴേക്ക് നിങ്ങൾ എന്താ ചെയ്യണ്ടേ? ഓ എന്ന ലെറ്റർ എഴുതണം. ഇപ്പോഴേ ക്ലാസ് ഇല്ലല്ലോ നിങ്ങൾക്ക്. ഓ എന്ന ലെറ്റർ അക്ഷരദീപത്തിൽ എഴുതണം. നോട്ട് ബുക്കിൽ പിന്നെ എഴുതിയാൽ മതി. അക്ഷരദീപത്തില് ഓ എന്ന ലെറ്റർ എഴുതണം. അപ്പൊ ഐ എഴുതാത്തവർ കുറെ പേരുണ്ടെന്ന് എനിക്കറിയാം. അപ്പൊ അവരെന്ത് ചെയ്യണം? അതും കൂടി ഒന്ന് കംപ്ലീറ്റ് ആക്കണം. തന്നെ എഴുതാൻ പറ്റും അല്ലെ? അമ്മയുടെ അച്ഛന്റെ സഹായം ഒന്നും വേണ്ട. ഇപ്പം തന്നെ എഴുതാൻ പറ്റും. അവിടെ ക്ഷമിച്ചിരുന്ന് എഴുതുക, പെൻസിൽ കൊണ്ട് എഴുതുക, മായ്ച്ചോണ്ടിരിക്കരുത്. അപ്പം കുറച്ച് കുറച്ചായിട്ട് എഴുതുക അല്ലെ? ഒരു 2 ലൈനൊക്കെ എഴുതി കഴിഞ്ഞതിന് ശേഷം കുറച്ച് കളിക്കാൻ പോവുക. അതിനുശേഷം കളിച്ച് മടുക്കുമ്പോ, കുറെ കളിക്കുമ്പോൾ നമുക്ക് മടുക്കും അല്ലെ? ഇത് വന്നിട്ട് ബാക്കി കൂടി എഴുതുക. വെള്ളം കുടിക്കുക. ഫുഡ് വേണോ നമുക്ക്? ഫുഡ് വേണ്ടല്ലോ, കളി മാത്രം പോരെ. കുറച്ച് ഫുഡൊക്കെ കഴിക്കുക, വെള്ളം കുടിക്കുക, എന്നിട്ട് വീണ്ടും എഴുതുക. അപ്പോഴേക്ക് തീരും. ഇനി അമ്മയുടെ ആവശ്യമൊന്നുമില്ല. ആ എന്ന അക്ഷരമൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചു. ഇനി അതിന്റെ മുകളിൽ ഒരു 2 വര ഇടുക വേണ്ടു അല്ലേ? അപ്പം ഇപ്പൊ പഠിച്ച ലെറ്ററിന് ഒരു വര മതി. ഇനി അടുത്ത പീരീഡ് നമ്മൾ ഔ പഠിക്കാൻ പോവാണ്. ഔവിന് ശേഷം ആ 2 ലെറ്ററും കൂടെ ഉള്ളു. അത് ഈസിയാണ്. അത് ഹാഫ് പേജ് വെച്ച് നിങ്ങൾക്ക് എഴുതാനുള്ളൂ. അപ്പൊ അതും കൂടെ ഇന്ന് മിസ് പഠിപ്പിക്കും നെക്സ്റ്റ് പീരീഡ്. അപ്പൊ ഇപ്പോൾ ഉള്ള വർക്ക് ഇപ്പൊ തന്നെ ചെയ്യാം. അഹില്യ മോൾ എന്തോ കൈ ഉയർത്തിയിട്ടുണ്ടല്ലോ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിനോട് ചോദിക്കാം. 1 മിനിറ്റേ ഉള്ളൂ. ഇനി നമുക്ക് നെക്സ്റ്റ് പീരീഡ് കാണാം. അൺമ്യൂട്ട് ചെയ്തിട്ട് പറ മോളെ. അൺമ്യൂട്ട് ചെയ്യേ. എഴുതിയോ? ഓക്കെ ഗുഡ്. എന്നാ പോയിട്ട് കളിച്ചോ. ഓക്കെ ബൈ. See you next period. Bye. എഴുതി